വെൽക്കം ഫ്രണ്ട്സ്. CIB പ്രിപ്പറേഷനിലെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ABM പേപ്പർ 1 ഇതിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 പാർട്ട് 2 ആണ് കേൾക്കാൻ പോകുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്സ് ഇതൊക്കെയാണ്: കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് CIRP, ലിക്വിഡേഷൻ പ്രോസസ് PPIRP. ഇങ്ങനത്തെ ചില ടോപ്പിക്സ് ആണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കേൾക്കാം. ഒരു കമ്പനി കടക്കെണിയിലായാൽ പിന്നെ എന്ത് സംഭവിക്കും? അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാൻ പറ്റാതെ വന്നാൽ നിയമപരമായി എന്തൊക്കെ വഴികളാണ് മുന്നിലുള്ളത്? ഇന്ത്യയിലെ കോർപ്പറേറ്റ് പാപ്പരത്വത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അല്ലേ? ഒരു ബിസിനസ് അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാൻ പറ്റാതെ വന്നാൽ പിന്നെ എന്തു ചെയ്യും? എന്തൊക്കെയാണ് അവരുടെ മുന്നിലുള്ള ഓപ്ഷനുകൾ? ഈയൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്, അതായത് IBC കൊണ്ടുവന്നത്. സംഭവം സിമ്പിളാണ്. ഇതിന്റെ ലക്ഷ്യമെന്താന്ന് വെച്ചാല് കടം കൊടുത്തവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുക, പിന്നെ ഈ കടം തിരിച്ചുപിടിക്കാനുള്ള നടപടികളൊക്കെ കുറച്ചുകൂടി എളുപ്പമാക്കുക. അങ്ങനെയാവുമ്പോ സാമ്പത്തിക രംഗത്ത് ഒരു വിശ്വാസം വരുമല്ലോ. അപ്പോ ഈ IBC പ്രകാരം ശരിക്കും പറഞ്ഞാൽ രണ്ട് പ്രധാന വഴികളാണ് ഒരു കമ്പനിക്ക് മുന്നിലുള്ളത്. ഒന്ന്, വലിയ കമ്പനികൾക്കുള്ള ഒരു മെയിൻ റോഡ്, പിന്നെ ചെറിയ കമ്പനികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ എക്സ്പ്രസ് വേ. നമുക്ക് ഈ രണ്ട് വഴികളിലൂടെയും ഒന്ന് പോയി നോക്കാം, അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിന്റെ പേരാണ് കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്, അല്ലെങ്കിൽ ചുരുക്കി CIRP എന്ന് പറയും. മിക്കവാറും വലിയ കമ്പനികളൊക്കെ ഈ ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോ ഈ CIRP തുടങ്ങണമെങ്കിൽ കടം ഒരു ചെറിയ തുകയൊന്നുമായാൽ പോരാ. മിനിമം 1 കോടി രൂപയുടെയെങ്കിലും കടത്തിൽ വീഴ്ച വരുത്തിയിരിക്കണം. എന്തിനായിരിക്കുമല്ലേ ഇത്ര വലിയൊരു തുക വെച്ചിരിക്കുന്നത്? കാരണം സിമ്പിളാണ്. ചെറിയ ചെറിയ കേസുകളൊക്കെ വന്ന് സിസ്റ്റം ബ്ലോക്ക് ആവാതിരിക്കാൻ, വലിയ പ്രശ്നങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണിത്. അപ്പോൾ ശരി, ഈ പ്രോസസ്സ് ആരാണ് തുടങ്ങിവെക്കുക? ആർക്കൊക്കെയാണ് ഇതിന് മുൻകൈയെടുക്കാൻ പറ്റുന്നത്? നമുക്ക് നോക്കാം. പ്രധാനമായും 3 കൂട്ടർക്കാണ് ഇതിന് തുടക്കമിടാൻ കഴിയുന്നത്. ഒന്നാമത്തെ കൂട്ടർ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അതായത് പണം കടം കൊടുത്ത ബാങ്കുകൾ പോലെയുള്ളവർ. രണ്ടാമത് ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സ്, അതായത് കമ്പനിക്ക് സാധനങ്ങളോ സേവനങ്ങളോ നൽകിയിട്ട് പണം കിട്ടാനുള്ള വിതരണക്കാർ. പിന്നെ മൂന്നാമത്തെ കൂട്ടർ, ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു അതിശയം തോന്നാം, കടത്തിൽ മുങ്ങിയ കമ്പനിക്ക് സ്വയം തന്നെ ഈ പ്രോസസ്സ് തുടങ്ങിവയ്ക്കാം. ഈ പ്രോസസ്സിൽ ടൈമെന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ വെറും 14 ദിവസത്തിനുള്ളിൽ NCLT ഒരു തീരുമാനമെടുക്കണം. ഒന്നുകിൽ ഇത് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. അഡ്മിറ്റ് ചെയ്താൽ അപ്പത്തൊട്ട് ക്ലോക്ക് ടിക്ക് ചെയ്യാൻ തുടങ്ങും. ഒരു പരിഹാരം കണ്ടെത്താൻ സ്റ്റാൻഡേർഡായി കിട്ടുന്നത് 180 ദിവസമാണ്. ഇനി കേസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം ഒരു 90 ദിവസം കൂടി എക്സ്ട്രാ കിട്ടിയേക്കാം. പക്ഷെ അത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ കമ്പനിയെ രക്ഷിക്കാനുള്ള ഒരു പ്ലാൻ എങ്ങനെയാണ് പാസ്സാക്കുന്നത്? ആർക്ക് വേണമെങ്കിലും ഒരു റെസൊല്യൂഷൻ പ്ലാൻ മുന്നോട്ട് വയ്ക്കാം. പക്ഷേ ഇവിടെ യഥാർത്ഥ കളി കടം കൊടുത്തവരുടെ കയ്യിലാണ്. അവരുടെ കമ്മിറ്റിയിൽ മിനിമം 66% പേരുടെ വോട്ട് കിട്ടിയാലേ ഏതൊരു പ്ലാനും മുന്നോട്ടു പോകൂ. ഈ കടമ്പ കടന്നാൽ മാത്രമേ ഫൈനൽ അപ്രൂവലിനായി NCLTയുടെ മുന്നിലെത്തുകയുള്ളൂ. പക്ഷേ ഈ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടാലോ? ഈ പോകുന്ന വഴി ഒരു ഡെഡ് എൻഡിലെത്തിയാല് പിന്നെ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എല്ലാ വഴിയും അടയുമ്പോൾ വരുന്ന അവസാനത്തെ സ്റ്റെപ്പാണ് ലിക്വിഡേഷൻ, അതായത് കമ്പനിയുടെ ആസ്തികളൊക്കെ ഒന്നൊന്നായി വിറ്റ് കടം തീർക്കുക. അപ്പോ എപ്പോഴാണ് ഈ ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? സാധാരണയായി 4 സാഹചര്യങ്ങളിലാണ് ഒരു കമ്പനി ലിക്വിഡേഷനിലേക്ക് പോകുന്നത്. 1, അനുവദിച്ച സമയം തീർന്നു, പക്ഷെ ഒരു പരിഹാരവുമായില്ല. 2, മുന്നോട്ട് വെച്ച റെസൊല്യൂഷൻ പ്ലാൻ NCLT തള്ളിക്കളഞ്ഞു. 3, കടം കൊടുത്തവർ തന്നെ വോട്ട് ചെയ്ത് തീരുമാനിക്കുന്നു, ഇനി രക്ഷയില്ല, നമുക്കിത് വിൽക്കാം എന്ന്. 4, ഒരു പ്ലാൻ അംഗീകരിച്ചതിനു ശേഷം കമ്പനി ആ പ്ലാനിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ ലിക്വിഡേഷൻ ഉറപ്പാണ്. അപ്പോ ഈ ആസ്തികളൊക്കെ വിറ്റ് കിട്ടുന്ന പണം ആർക്കാണ് ആദ്യം കൊടുക്കുക? ഇതിനൊരു കൃത്യമായ ഓർഡറുണ്ട്. അതിനെയാണ് വാട്ടർഫാൾ മെക്കാനിസം എന്ന് പറയുന്നത്. വെള്ളച്ചാട്ടം പോലെ മുകളിൽ നിന്ന് താഴേക്ക്. ഏറ്റവും ആദ്യം ഈ ലിക്വിഡേഷൻ പ്രോസസ്സിന്റെ ചെലവുകൾ കൊടുക്കും, പിന്നെ തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക, പിന്നെ ബാങ്കുകൾക്ക്. അങ്ങനെ ആ ലിസ്റ്റ് താഴോട്ടു പോയി ഏറ്റവും അവസാനം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാത്രം അത് ഓഹരി ഉടമകൾക്ക് കിട്ടും. ചുരുക്കി പറഞ്ഞാല് കമ്പനിയുടെ ഓണേഴ്സായ ഷെയർ ഹോൾഡേഴ്സിന് പൈസ കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. പിന്നെ ഇതൊരു കളിയല്ലാന്നോർക്കണം. ഈ പ്രോസസ് വളരെ സീരിയസ് ആണ്.
ആരെങ്കിലും ആസ്തികൾ ഒളിപ്പിച്ചു വെക്കാനോ തെറ്റായ വിവരങ്ങൾ കൊടുക്കാനോ ശ്രമിച്ചാൽ പണി കിട്ടു. 5 വർഷം വരെ ജയിൽ ശിക്ഷയും 1 കോടി രൂപ വരെ പിഴയും കിട്ടാവുന്ന കുറ്റങ്ങളാണിതൊക്കെ. അപ്പോ വലിയ കമ്പനികളുടെ കാര്യം നമ്മൾ കണ്ടു. പക്ഷെ നമ്മുടെ നാട്ടിലെ ചെറിയ ബിസിനസ്സുകളുടെ കാര്യമോ? അവർക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡായ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സ് താങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക എക്സ്പ്രസ് വേ തന്നെയുണ്ട്. എന്താണത് നോക്കാം. ഇതിന്റെ പേരാണ് പ്രീ പാക്കേജ്ഡ് ഇൻസോൾവൻസി റെസല്യൂഷൻ പ്രോസസ്. നമുക്കിതിനെ PPIRP എന്ന് വിളിക്കാം. ഇത് ശരിക്കും MSMEകൾക്ക്, അതായത് നമ്മുടെ ചെറുകിട ഇടതരം സംരംഭങ്ങൾക്ക് ഒരു ലൈഫ് സേവറാണ്. എന്തുകൊണ്ടാണെന്നോ? കാരണം ഇത് വളരെ വേഗത്തിൽ തീരും, ചിലവ് കുറവാണ്, ഏറ്റവും പ്രധാനമായി ബിസിനസ് നിർത്തിവെക്കാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോ ഈ 2 വഴികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം കടത്തിന്റെ എമൗണ്ടിലാണ്. നിങ്ങളുടെ കടം 10 ലക്ഷം രൂപയ്ക്കും 1 കോടി രൂപയ്ക്കും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ എളുപ്പവഴിയായ PPIRP തിരഞ്ഞെടുക്കാം. പക്ഷേ കടം 1 കോടിക്കും മുകളിലാണെങ്കിൽ നോ രക്ഷ. നിങ്ങൾ ആ പ്രധാന വഴിയായ CIRPയിലൂടെ തന്നെ പോവേണ്ടിവരും. PPRPയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ അതിന്റെ സ്പീഡാണ്. വെറും 120 ദിവസം. അതിനുള്ളിൽ ഈ പ്രോസസ് മുഴുവനും തീരുന്നിരിക്കണം. മറ്റേ CIRPയുടെ 270 ദിവസവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതെത്ര വേഗത്തിലാണെന്ന് ഓർത്തു നോക്കൂ. യെസ്, വെറും 120 ദിവസം. ഒരു എക്സ്റ്റൻഷനുമില്ല. 1 ദിവസം പോലും കൂടുതൽ കിട്ടില്ല. ഇത് ചെറിയ ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം അവർക്ക് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് മുന്നോട്ടു പോകാം. ആ ഒരു അനിശ്ചിതാവസ്ഥ ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 വഴികളെയും ഒന്ന് നേർക്കുനേർ നിർത്തി നോക്കാം. CIRP വേഴ്സസ് PPIRP. എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളെന്ന് ഒറ്റനോട്ടത്തിൽ കാണാം. ഈ ടേബിള് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആരാണ് ഈ സമയത്തെ കമ്പനി കൺട്രോൾ ചെയ്യുന്നത്? PPIRPയില് കമ്പനിയുടെ നിലവിലെ മാനേജ്മെന്റിന് തന്നെ കാര്യങ്ങൾ നോക്കി നടത്താം. എന്നാൽ CRPയില് അങ്ങനെയല്ല. കൺട്രോൾ നേരെ കടം കൊടുത്തവരുടെ കയ്യിലേക്ക് പോകും. ഇത് വളരെ വലിയൊരു വ്യത്യാസമാണ്. അതുകൂടാതെ സമയപരിധി, കടത്തിന്റെ അളവ്, ആരാണ് ഇത് തുടങ്ങിവെക്കുന്നത്, ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റ് ഇതാണ്. ഇന്ത്യയുടെ ഇൻസോൾവൻസി നിയമം വളരെ സ്മാർട്ടാണ്. അത് വലിയ കമ്പനികൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് വഴിയും നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായ ചെറുകിട ബിസിനസ്സുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്കും ഒരുക്കിയിട്ടുണ്ട്.